PV Anwar MLA ഉന്നയിച്ച ആരോപണങ്ങളിൽ ADGP MR അജിത് കുമാറിനെതിരെ ആദ്യഘട്ടത്തിൽ രഹസ്യാന്വേഷണം. PV Anwar MLAയുടെ മൊഴി എടുക്കും. MLAയുടെ ആരോപണങ്ങൾ നാളെ നടക്കുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യും. അതേസമയം വിവാദങ്ങൾക്കിടെ CPI നിർവാഹക സമിതി യോഗം ഇന്ന് ചേരും. വിവരങ്ങൾ D. ബിനോയ് നൽകും. ബിനോയ്, അൻവർ ഉന്നയിച്ച ആക്ഷേപങ്ങൾ, നൽകിയ പരാതികൾ, അതൊക്കെ സർക്കാർ ഗൗരവത്തോടെ എടുക്കുന്നു എന്നാണോ? ഫിജി, തീർച്ചയായിട്ടും നമുക്കൊരു സ്മരണ പുതുക്കിയിട്ട് വാർത്തയിലേക്ക് കിടക്കുന്ന അധ്യാപക ദിനമാണ്. നമ്മളെ പഠിപ്പിച്ച അധ്യാപകരെയൊക്കെ ഒന്ന് ഓർത്തുകൊണ്ട് നമുക്ക് ഇന്ന് വാർത്തയിലേക്ക് കിടക്കാം. തീർച്ചയായിട്ടും അതായിരിക്കും നല്ലതല്ലേ? തീർച്ചയായും. എന്താണ് ആ അധ്യാപക ദിനത്തിൽ ബിനോയ്ക്ക് കൂടുതൽ പങ്കുവെക്കാനുള്ളത്? സ്കൂളിൽ പഠിച്ച കാലഘട്ടം, കോളേജിൽ പഠിച്ച കാലഘട്ടം, നല്ല അധ്യാപകർ, എന്താണ് പറയാനുള്ളത് ബിനോയ്? പിന്നെ ഉറപ്പായിട്ടും തീർച്ചയായിട്ടും അതല്ലേ, വിദ്യാധനം സർവ്വധനാൽ പ്രധാനം എന്നല്ലേ പറയുന്നത്. നമ്മൾ പഠിച്ചു നേടുന്ന പൈസയാണ് എല്ലാ ധനങ്ങളെക്കാളും നമുക്ക് നമ്മുടെ സ്വത്തായി നമുക്ക് കരുതാൻ പറ്റുന്നതും ഏറ്റവും കൂടുതൽ സ്നേഹത്തോടെ നമ്മുടെ കീശയിൽ സൂക്ഷിക്കപ്പെടുന്നതും അത് തന്നെയായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല അധ്യാപകരുണ്ടായിരുന്നു. നാട്ടിൻപുറത്ത് ഒരു കൊച്ചു സ്കൂളിൽ പഠിച്ച് ഇവിടെ വരെ എത്താൻ കഴിഞ്ഞതിൽ നമ്മളെ പഠിപ്പിച്ച അധ്യാപകരുടെ മുന്നിൽ നമ്മൾ എപ്പോഴും നമ്മുടെ ശിരസ്കരായി നിന്നേ മതിയാവുള്ളൂ. അവരായിരുന്നു നമ്മുടെ ദൈവങ്ങൾ എന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു. അപ്പോൾ ആ സ്മരണ നമുക്ക് പുതുക്കി, അപ്പോൾ ഇനി വാർത്തയിലേക്ക് വരാം അല്ലേ? അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ശരി, ഈ അൻവർ ഉന്നയിച്ച ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. അത് മുഖ്യമന്ത്രിക്കെതിരെയുണ്ട്, ADGPക്കെതിരെയുണ്ട്, പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയുണ്ട്. അത്തരത്തിൽ നോക്കുമ്പോൾ ഇദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളിൽ കഴമ്പുണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലാണോ ഇപ്പോഴത്തെ സർക്കാരിന്റെ നീക്കം? അല്ലെങ്കിൽ അന്വേഷണം നടത്തുന്നു, രഹസ്യാന്വേഷണം നടത്തുന്നു, എന്താണ് പറയാനുള്ളത്? ഫിജി, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉമ്മൻചാണ്ടിയെ കണ്ട് ക്ഷീണിതനായി പുറത്തിറങ്ങി വന്ന അൻവർ കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറിയെ കണ്ട് തിരിച്ചിറങ്ങി വന്നപ്പോൾ കുറച്ച് ശക്തനായി തിരിച്ചു വരുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. എന്തായാലും സംഭവ വികാസങ്ങൾ ഒരു കൂടിക്കാഴ്ചകളിൽ അവസാനിക്കുന്നില്ല. എന്തായാലും വലിയ തരത്തിലുള്ള ചർച്ചകളിലേക്കും ഒപ്പം അന്വേഷണങ്ങളിലേക്കും പോകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കാരണം ആരൊക്കെയോ PV അൻവറിന് ചില പിൻബലങ്ങൾ നൽകുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇന്നലെ വളരെ ശക്തനായി പറയുന്നു, അന്വേഷണങ്ങൾ നടക്കട്ടെ, അന്വേഷണത്തിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടായാൽ അപ്പോൾ ഞാൻ പ്രതികരിക്കും എന്ന് പറയുന്ന PV അൻവറിനെയും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. എന്തായാലും വലിയ തരത്തിലുള്ള അന്വേഷണങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന അനുസരിച്ച് ആദ്യഘട്ടത്തിൽ ഒരു രഹസ്യ അന്വേഷണമായിരിക്കും. അത് ആരാണ് ഈ അന്വേഷണം നടത്തുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇതുവരെയായും പോലീസോ അല്ലെങ്കിൽ ഉന്നത മേധാവികളോ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. ഒരു പക്ഷേ അത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമായിരിക്കാം, അതല്ലെങ്കിൽ മറ്റാരെങ്കിലും നിർദ്ദേശമായിരിക്കും. എന്തായാലും പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയും ADGP അജിത് കുമാറിനെതിരെയും വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ പാർട്ടി കൃത്യമായും ഒരു അന്വേഷണം സർക്കാരിനോട് ആവശ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം ഇത് ഇനി ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം അടുത്തത് ലോക്കൽ സമ്മേളനങ്ങളിലേക്കും അതുപോലെ തന്നെ ഏരിയ സമ്മേളനങ്ങളിലേക്കും പാർട്ടി കടക്കുന്ന സമയമാണ്. ഇതെല്ലാം തന്നെ ആ സമ്മേളന വേദികളിൽ വലിയ തരത്തിലുള്ള ചർച്ചയായി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇവിടെ ഉന്നയിക്കപ്പെട്ട കാര്യങ്ങൾ വളരെ കൃത്യമായും അത് തെളിയിക്കുന്ന തരത്തിലേക്ക് PV അൻവർ തന്നെ പിന്നിലൂടെ ശ്രമിക്കുന്നു എന്നുള്ളതും മറ്റൊരു കാര്യം. കാരണം ഇന്നലെ നമ്മൾ കണ്ടതാണ് SP ഓഫീസിൽ നിന്നും മരം മുറിച്ച് കടത്തുന്നതുമായി ബന്ധപ്പെട്ട് SP സുജിത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ചില പോലീസ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുകൊണ്ട് സമീപവാസികളായ ആളുകളിൽ നിന്നും പരാതി ഉൾപ്പെടെ എഴുതി വാങ്ങിച്ചുകൊണ്ടൊരു നീക്കം നടത്തി എന്നുള്ളത് അവിടെ ആ സ്ഥലവാസിയായ ഒരു വീട്ടമ്മ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു പറയുന്നു. അപ്പോൾ ഇതിന്റെ അർത്ഥം എല്ലാ അർത്ഥത്തിലും SP-ക്കെതിരെ ഒപ്പം ADGPക്കെതിരെയുമുള്ള നീക്കങ്ങൾ കൃത്യമായ രീതിയിൽ PV അൻവർ ഒളിഞ്ഞിരുന്നായാലും നടത്തുന്നു എന്നുള്ള കാര്യം ശ്രദ്ധേയമാണ്. മാത്രവുമല്ല, ഇതിനകത്ത് പാർട്ടിക്ക് ഒരു തരത്തിലും കളങ്കം ഉണ്ടാകാൻ പാടില്ല എന്ന ഒരു നിലപാട് CPM സംസ്ഥാന നേതൃത്വം എടുത്തിരിക്കുന്നു. അത് നാളത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വലിയ ചർച്ചയാവും. പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറയുന്ന പോസ്റ്റ് തന്നെ പാർട്ടി തീരുമാനിക്കുന്ന ഒരു പോസ്റ്റാണ്. ആഭ്യന്തര വകുപ്പും ഒപ്പം നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വിഷയങ്ങളൊക്കെ തന്നെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് മുഖ്യമന്ത്രിക്ക് കൃത്യമായ തരത്തിലുള്ള വിവരങ്ങൾ നൽകേണ്ട ഒരു ബാധ്യതയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറിക്കുള്ളത്. അത് ആ ജോലി ചെയ്യുന്ന P. ശശിയാണ്. അപ്പൊ P. ശശി ആ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കാതെ ഒരു ADGPക്ക് കൂട്ടുനിന്നു എന്ന തരത്തിലുള്ള ആരോപണമാണ് PV അൻവർ മുന്നോട്ട് കൊണ്ടുവന്നത്. ആ ആരോപണം കൃത്യമായും അന്വേഷിക്കുന്നതിന് വേണ്ടി ആദ്യഘട്ടത്തിൽ രഹസ്യ അന്വേഷണം ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പായിരിക്കുന്നു. അതേസമയം ഇന്നലെ നമ്മൾ കേട്ടത് PV അൻവറിന്റെ മൊഴി രേഖപ്പെടുത്തും എന്നാണ് പറഞ്ഞത്. പക്ഷേ അൻവർ മൊഴി നൽകുന്നതിന് വേണ്ടി ഇതുവരെയും തയ്യാറായിട്ടില്ല. പകരം ആദ്യം അന്വേഷണം നടക്കട്ടെ, അതിനുശേഷം മൊഴിയിലേക്ക് കടക്കാം എന്ന തരത്തിൽ
തരത്തിലേക്കാണ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. ബിനോയ്, എന്തായാലും ഈ ഒരു അൻവർ വിവാദം ഉയർന്നു വന്നപ്പോൾ എന്നോട് നമ്മുടെ സൗഹൃദ വലയത്തിൽ പല സുഹൃത്തുക്കളും എന്നോട് ചോദിച്ചു, ഈ അൻവർ ഒരു സൂപ്പർ മുഖ്യമന്ത്രി ചമയുകയാണോ എന്ന്. എന്താണ് ബിനോയ്ക്ക് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം? മറ്റൊന്നുമല്ല, മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തത് പാർട്ടിയാണ് എന്ന് അദ്ദേഹം ഉറച്ചു പറയുന്നു. അത്തരത്തിലുള്ളൊരു ഒരു പ്രസ്താവന പോലും ഒരു MLA-യുടെ ഭാഗത്തുനിന്ന് എങ്ങനെ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് ആശങ്കപ്പെടുന്നല്ല, സംശയിക്കേണ്ട ഒരു കാര്യമാണ്. പാർട്ടിയുടെ തലങ്ങളിൽ, മുഖ്യമന്ത്രിയിൽ ഒക്കെ വലിയ സമ്മർദ്ദം ഇതിനോടകം അൻവർ ചെലുത്തുകയാണോ? അല്ല, അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അൻവറിന്റെ പിന്നിൽ ഏതോ ഒരു പ്രേരക ശക്തിയുണ്ട്. അല്ലാതെ അൻവർ ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തലിന് തയ്യാറാവില്ല ഒരു MLA പോലും. കാരണം CPM-ന്റെ പിന്തുണയുള്ള സ്വതന്ത്രനായി വിജയിച്ച് നിലമ്പൂരിൽ നിന്ന് വിജയിച്ചു വന്ന MLA ആണ് PV അൻവർ. അതിനപ്പുറത്തേക്ക് അൻവറിന് മറ്റു രാഷ്ട്രീയ കാര്യങ്ങളൊന്നും നമുക്ക് എടുത്തു പറയാനാവില്ല. പക്ഷേ അൻവർ ഇത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു MLA SP ഓഫീസിന്റെ മുന്നിൽ, SP-യുടെ ഔദ്യോഗിക വസതിക്ക് സമീപത്ത് പോയിരുന്ന് മഴയത്ത് കുട പിടിച്ചിരുന്ന് സമരം ചെയ്യുക. അപ്പോൾ അത്തരത്തിൽ ഈ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഒരു CPM സഹയാത്രികനായ MLA തന്നെ തയ്യാറെടുക്കുമ്പോൾ അതിന്റെ പിന്നിൽ മനസ്സിലാക്കേണ്ടത്, അൻവറിനെ സഹായിക്കുവാൻ ഏറ്റവും വലിയ ഒരു നിർണായക ഘടകം പിന്നിലുണ്ട് എന്നുള്ളതാണ്. അത് പാർട്ടിയുമായി ബന്ധപ്പെട്ടവരായിരിക്കും, അല്ലെങ്കിൽ പാർട്ടിയെ സഹായിക്കുന്ന പാർട്ടിയുടെ നേതൃനിരയിലുള്ളവരായിരിക്കും. അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു പ്രതിഷേധം നടത്തുവാൻ ഒരു MLA-യും സാധാരണഗതിയിൽ കാണിക്കുന്ന പതിവില്ല. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, PV അൻവർ ഒരു വലിയ ശക്തി കേന്ദ്രമായി CPM-ൽ വളരുന്നുവോ എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ഇത്തരത്തിൽ CPM പോലുള്ള കേഡർ സ്വഭാവമുള്ള ഒരു പാർട്ടിയിൽ ആ പാർട്ടിയുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടേണ്ടത്, അല്ലെങ്കിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരിക്കൽ പോലും ഒരു പാർട്ടിയുടെ മുന്നണി പ്രവർത്തകനായ ഒരു MLA ഒരിക്കൽ പോലും ചെയ്യാത്ത കാര്യങ്ങൾ, പാർട്ടിക്ക് പേരുദോഷം ഉണ്ടാക്കാത്ത കാര്യങ്ങൾ പോലും PV അൻവർ ഉറച്ച് നിന്ന് ആ വിവാദങ്ങൾ ഉയർത്തുക, പ്രത്യേകിച്ചും ക്രമസമാധാന പാലനത്തിന്റെ മുൻനിരയിലുള്ള ഒരു ADGP-ക്ക് നേരെ വിവാദങ്ങൾ ഉയർത്തുക. അത്തരത്തിൽ വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ഉയർത്തുവാൻ PV അൻവറിന് കഴിയുക എന്ന് പറയുന്ന, ഒരു പക്ഷേ ഫിജി സൂചിപ്പിച്ചതുപോലെ ഒരു സൂപ്പർ മുഖ്യമന്ത്രിയെ പോലെ അൻവർ പെരുമാറുന്നു എന്ന് തന്നെ നമുക്ക് സംശയമില്ലാതെ വരും. കാരണം അത്തരത്തിൽ ഒരു നീക്കം തന്നെയാണ്. കാരണം മുഖ്യമന്ത്രിയെ കാണുന്നു, എന്നിട്ട് CPM സംസ്ഥാന സെക്രട്ടറി സ്ഥലത്തില്ലാത്തത് കൊണ്ട് ഒരു ദിവസം തിരുവനന്തപുരത്ത് തങ്ങിയതിനു ശേഷം വീണ്ടും CPM സംസ്ഥാന സെക്രട്ടറിയെ കാണുന്നു. 2 ദിവസങ്ങളിലുണ്ടാകുന്ന ഭാവവ്യത്യാസങ്ങൾ, അന്വേഷണത്തിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടായാൽ അത് കൃത്യമായി ചോദ്യം ചെയ്യപ്പെടുമെന്ന് പറഞ്ഞു. സാധാരണഗതിയിൽ ഇന്ന് വരെ CPM-ന്റെ അല്ലെങ്കിൽ LDF-ന്റെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭ ഉണ്ടായിരുന്നപ്പോൾ ഒരു MLA പോലും കാണിക്കാത്ത ധൈര്യം എവിടെ നിന്നാണ് ഈ PV അൻവറിന് കിട്ടിയത് എന്നുള്ളത് സംശയം വേണ്ട. അതിന് വലിയ തരത്തിലുള്ള പിന്തുണ പാർട്ടിക്കകത്തുണ്ടാകും. അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു വലിയ നീക്കം PV അൻവറിന്റെ ഭാഗത്തുണ്ടാവത്തില്ല. സൂപ്പർ മുഖ്യമന്ത്രിക്കപ്പുറം ഒരു സൂപ്പർ MLA ചമയാൻ അൻവർ ശ്രമിക്കുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയിക്കാതിരിക്കാൻ. ബിനോയ്, എന്തായാലും ഈ അജിത് കുമാറിനെതിരെ അന്വേഷണം നടക്കുന്നു, രഹസ്യമായ അന്വേഷണം നടക്കുന്നു എന്നുള്ളതാണ്. ആ രഹസ്യമായുള്ള അന്വേഷണം ഇപ്പോൾ ഏറെക്കുറെ പുറത്തായിട്ടുണ്ട്. പക്ഷെ അതിനൊരു രഹസ്യ സ്വഭാവം ഉണ്ടായിരിക്കാം. എന്തായാലും അൻവർ ഇങ്ങനെ കച്ചകെട്ടി ഇറങ്ങിയ സ്ഥിതിക്ക് ഒരു നടപടി അജിത് കുമാറിനെതിരെയൊക്കെ പ്രതീക്ഷിക്കാം. അങ്ങനെയുണ്ടോ? അല്ല, അത് ആദ്യഘട്ടത്തിൽ നമ്മുടെ പോലീസ് അസോസിയേഷന്റെ കോട്ടയം സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വലിയ വായിൽ തുറന്നു പറഞ്ഞതാണ്, ആർക്കെതിരെയായാലും ഏതെങ്കിലും തരത്തിലുള്ള വിവാദങ്ങൾ ഉയർന്നു വന്നു കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, അന്വേഷിക്കും, അച്ചടക്കം ലംഘിക്കുന്നവർക്കെതിരെ നടപടി ഉണ്ടാകും. 2 വാക്കുകൾ വളരെ ശ്രദ്ധേയമായിരുന്നു. ഉടനെ തന്നെ മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്ത വന്നു, ADGP-യെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റുന്നു, പകരം പുതിയ ആൾ വരുന്നു. ആ 2 പേരുകൾ പറയുന്നു. സുയിത്ത് പത്തനംതിട്ട SP-ആയ സുയിത്തിനെ സസ്പെൻഡ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നു. എന്നാൽ ഇതൊന്നും സംഭവിച്ചില്ല. അതെപ്പോൾ സംഭവിച്ചത്? കോട്ടയത്ത് നിന്നും പുള്ളി തിരുവനന്തപുരത്തെത്തി അർദ്ധരാത്രി വരെയുള്ള ചർച്ചകൾ. രാവിലെ 7:29 എനിക്കറിയാം, രാവിലെ 7:29 അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുകൊണ്ടുള്ള പ്രത്യേക ഓർഡർ തന്നെ പുറത്തിറങ്ങുന്നത്. അപ്പോൾ വലിയ തരത്തിലുള്ള ചർച്ചകൾ ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നു. ഈ ചർച്ചയ്ക്ക് പിന്നിൽ ആരെ ഭയക്കുന്നു എന്നുള്ളതാണ് ഒരു സംശയം. മുഖ്യമന്ത്രിക്ക് ആരെങ്കിലും ഭയമാണോ? അല്ലെങ്കിൽ ADGP എന്തിനു ഭയക്കുന്നു? അല്ലെങ്കിൽ ADGP-യുള്ള ബന്ധങ്ങൾ, അതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതിപക്ഷ നേതാവ് VD സതീശനും
ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് RSSുമായുള്ള ഒരു ബന്ധത്തിലേക്ക് ഈ കാര്യങ്ങൾ വലിച്ചിഴച്ചു വെക്കുന്നത്. തൃശ്ശൂരിൽ RSSന്റെ നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയ വിവരം ഉൾപ്പെടെയുള്ളത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവിനെ ഉന്നയിക്കുമ്പോൾ അവർ കൃത്യമായ അക്കമിട്ടാണ് കാര്യങ്ങൾ ഉന്നയിക്കുക. അപ്പോൾ ഇതിനകത്തൊക്കെ ചില അറിയാത്ത ചില ബാന്ധവങ്ങൾ, ചില ബന്ധങ്ങൾ, ചില സൗഹൃദങ്ങളൊക്കെ നിലനിൽപ്പുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു സംശയം നിൽക്കുന്നു. അപ്പോൾ ചിലരെയൊക്കെ പേടിക്കുന്നു, ചിലത് പേടിക്കുന്നു എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. എന്തുകൊണ്ട് ഒരു നടപടിയിലേക്ക് നീങ്ങാൻ കഴിയുന്നില്ല? അതാണ് പാർട്ടിയിലെ ചില നേതാക്കന്മാരും ചോദിക്കുന്നത്. ഒരു ADGPയെ തലസ്ഥാനത്ത് നിന്ന് മാറ്റുക, അത് മാത്രവുമല്ല സാധാരണഗതിയിൽ ഒരു DGP വഹിക്കേണ്ട ജോലി, അതായത് ക്രമസമാധാന പാലനത്തിലാണ് DGP ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉള്ളത്. അത് സുപ്രീം പോസ്റ്റാണത്. ആ സുപ്രീം പോസ്റ്റ് പണ്ടൊക്കെ ആ ക്രമസമാധാന പാലനത്തിന്റെ ഭാഗമായിട്ട് 3ഓ 4ഓ ആയിട്ട് വീതിച്ചു കൊടുക്കും. ദക്ഷിണമേഖല, ഉത്തരമേഖല, മധ്യമേഖല എന്ന് വീതിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അവർ ഞാൻ നയിച്ചുകൊണ്ടൊരു സ്ഥലത്ത് അവിടെ നിന്ന് മാറപ്പെട്ടുകൊണ്ട് ADGP ലോ ആൻഡ് ഓർഡർ എന്ന് പറഞ്ഞൊരു പുതിയ പോസ്റ്റിലേക്ക് വരുന്നു. ആ ലോ ആൻഡ് ഓർഡറിലെ ആളാണ് മുഴുവൻ കാര്യങ്ങളും തീരുമാനിക്കുന്നതും നടപ്പിലാക്കുന്നതും. ഈവൻ നമ്മുടെ പ്രധാനമന്ത്രി പോലും വയനാട്ടിലെത്തിയപ്പോഴേക്കും അവിടെ DGP ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായും ചെയ്യുന്നത് ADGP ആവുന്നു. ഇത്തരത്തിൽ ഒരു സൂപ്പർ ADGP എങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യവും ആ ADGPക്കെതിരെ ഒരു തുറന്ന അന്വേഷണം നടത്തുവാൻ എന്തുകൊണ്ട് ആരെ ഭയക്കുന്നു എന്നുള്ള കാര്യവും, എന്തുകൊണ്ടാണ് ഒരു തീരുമാനമെടുക്കുന്നത് പാതിരാത്രിയോളം വരെ ചർച്ച ഉണ്ടായതെന്നും DGP ഇപ്പോഴും ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. തലസ്ഥാനത്ത് നിന്ന് ADGP മാറ്റണം എന്ന അഭിപ്രായക്കാരനായിരുന്നു DGP. എന്തുകൊണ്ട് DGPയുടെ അഭിപ്രായത്തെ പോലും മാനിക്കാതെ അതേ സ്ഥാനത്ത് തുടർന്നുകൊണ്ടൊരു അന്വേഷണത്തിലേക്ക് സംസ്ഥാന സർക്കാർ പോകുന്നു? ഈ അന്വേഷണം പ്രഹസനമാണോ? അങ്ങനെ പ്രഹസനമാണെങ്കിൽ അതിൽ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് PV അൻവർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. എന്തായാലും രാഷ്ട്രീയ കേരളം വളരെ ശ്രദ്ധയോടുകൂടി നോക്കിക്കാണുകയാണ് ഇവിടുത്തെ ഓരോ പ്രത്യേകിച്ചും ADGPയുമായി ബന്ധപ്പെട്ടതും ഒപ്പം P ശശിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. P ശശിയെ സംബന്ധിച്ചിടത്തോളം P ശശി 2005 P ശശിക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് അന്നത്തെ മലപ്പുറം സമ്മേളനത്തിൽ വലിയ തരത്തിൽ ശബ്ദമുയർന്നതാണ്. അന്ന് രക്ഷകനായി എത്തത് പിണറായി ആയിരുന്നു. തൊട്ടു പിന്നാലെ 2011 DYFI വനിതാ നേതാവിനെതിരെ ഉണ്ടായ അതിക്രമങ്ങൾ അല്ലെങ്കിൽ അവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിൽ നിന്നും തരം താഴ്ത്തപ്പെട്ടത്. പിന്നീട് ഇപ്പോഴാണ് വീണ്ടും ഒരു സൂപ്പർ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് P ശശി വരുന്നത്. അപ്പോൾ ഇതിന്റെ പിന്നിൽ, ഈ നാടകങ്ങൾക്ക് പിന്നിൽ ആരാണ് എന്നുള്ളത് ഒരു പക്ഷേ അന്വേഷണത്തിലൂടെ വെളിച്ചത്ത് വരും എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ആദ്യം